നമസ്കാരം. പ്രപഞ്ചം ഉദ്ഭവിച്ച കാലത്തിൽ നിന്നേ ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായി അവതരിച്ചവരാണ് സപ്തഋഷികൾ. ഓരോ മന്വന്തരത്തിലും സപ്തഋഷികളിൽ മാറ്റമുണ്ട് എന്നതും ശ്രദ്ധേയം. ഈ സപ്തഋഷികൾ ശിവഭഗവാനെ പൂജ ചെയ്തതായി ഐതിഹ്യമുള്ളതും മംഗല്യവരം അരുളുന്നതുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு സപ്തഋഷീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുച്ചി ജില്ലയിൽ തിരുച്ചി അരിയലൂർ പാതയിൽ ലാൽഗുഡി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീപരമേശ്വരൻ, സപ്തഋഷീശ്വരർ, തിരുത്തവത്തുറൈനാഥർ, തേജോ വിടങ്കർ എന്നീ നാമങ്ങളിലും ശ്രീപാർവതി, പെരിയനായകി, ശിവകാമസുന്ദരി, സമ്പത് ഗൗരി, പെരുന്തിരുപിരാട്ടിയാർ എന്നീ നാമങ്ങളിലും കുടികൊള്ളുന്നു. സപ്തർഷികൾ ഇവിടെ ശിവഭഗവാനെ പൂജിച്ച് ശാപം മാറ്റിയതായും ശ്രീ മഹാലക്ഷ്മി ഇവിടെ തപസിരുന്ന് ശ്രീമൻ മഹാവിഷ്ണുവിനെ വിവാഹം ചെയ്തതായും ഐതിഹ്യമുള്ളതിനാൽ ഇതൊരു മംഗല്യവരം അരുളും ക്ഷേത്രമായും നവഗ്രഹദോഷ പരിഹാര സ്ഥലമായും കരുതപ്പെടുന്നു. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാർ ആരും തന്നെ ഇവിടെ എത്തി പതികം പാടിയതായി അറിവില്ലെങ്കിലും ഇതൊരു വൈപ്പുസ്ഥലമായി അറിയപ്പെടുന്നുണ്ട്. അരുണഗിരിനാഥർ ഇവിടുത്തെ ശ്രീമുരുകനെ കുറിച്ച് തിരുപ്പുകഴും, ത്യാഗരാജസ്വാമികൾ ഇവിടുത്തെ അമ്പാൾക്ക് കീർത്തനവും പാടിയിരിക്കുന്നു. ചിദംബരം കഴിഞ്ഞാൽ മാർഗഴി തിരുവാതിര ഗംഭീരമായി കൊണ്ടാടുന്ന ഒരു ക്ഷേത്രമാണിത്. 13-ാം നൂറ്റാണ്ടിൽ ദില്ലി ഭരിച്ചിരുന്ന അലാവുദ്ദീൻ ഖിൽജിയുടെ പടനായകൻ മാലിക് കാഫൂർ ഇവിടം കൈയടക്കിയപ്പോൾ ഈ ക്ഷേത്രത്തിലെ ചുവന്ന ഗോപുരം കണ്ട് ലാൽഗുഡി എന്ന് പറഞ്ഞതിനാൽ ഈ പ്രദേശത്തിന് ലാൽഗുഡി എന്ന സ്ഥലനാമം വന്നു എന്നൊരു കഥയുണ്ട്. സപ്തർഷികൾ തപം ചെയ്ത ഐതിഹ്യമുള്ളതിനാൽ പുരാണങ്ങളിൽ ഈ പ്രദേശം തിരുത്തവത്തുറ എന്നും ശിവഭഗവാന്റെ നാമം തിരുത്തവത്തുറൈനാഥർ എന്നും അറിയപ്പെട്ടു. സപ്തഋഷികൾ എന്നത് വേദസാമ്രാജ്യത്തിന്റെ നെടുംതൂണുകൾ. ബ്രഹ്മഋഷികളായ ഇവർ യോഗബലത്താലും തപബലത്താലും നീണ്ട ആയുസ്സുള്ള മഹാന്മാർ. മനുഷ്യകുലത്തിന് വഴികാണിക്കാനായി 4 യുഗങ്ങളിലായി നിയമിക്കപ്പെട്ട ഇവർ ഭൂമിയുടെ സമനില കാത്തുരക്ഷിക്കാനായി ത്രിമൂർത്തികളോട് അടുത്തിടപഴകി ജോലി ചെയ്യുന്നവർ. ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായ ഇവർ ബ്രഹ്മത്തിന്റെ അർത്ഥം പൂർണ്ണമായി ഗ്രഹിച്ച് ബ്രഹ്മദേവന്റെ പ്രതിനിധികളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മന്വന്തരത്തിന്റെ അവസാനം പ്രപഞ്ചം നശിക്കുമ്പോൾ സപ്തഋഷികളും ഭഗവാനിൽ ഐക്യമാവുന്നു. വീണ്ടും ബ്രഹ്മദേവനൊപ്പം അടുത്ത മന്വന്തരത്തിൽ വേറെ വേറെ പേരുകളിൽ സപ്തഋഷികൾ ഭഗവാനാൽ നിയമിക്കപ്പെടുന്നു എന്നാണ് പുരാണങ്ങൾ. ബൃഹദാരണ്യക ഉപനിഷത്തിൽ ഇതേപ്പറ്റി പരാമർശമുണ്ട്. ഇപ്പോൾ നടക്കുന്ന മന്വന്തരത്തിലെ സപ്തഋഷികളാണ് അത്രി, ഭരദ്വാജർ, ഗൗതമർ, ജമദഗ്നി, കാശ്യപർ, വസിഷ്ഠർ, വിശ്വാമിത്രർ. സപ്തഋഷീശ്വരർ ശിവക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. യുഗങ്ങൾക്ക് മുമ്പ് അത്രി, ഭൃഗു, പുലസ്ത്യർ, വസിഷ്ഠർ, ഗൗതമർ, അങ്കിരസ്, മരീചി എന്നീ 7 ഋഷികൾ നിബിഡ വനത്തിൽ ഒരു താമരപ്പൊയ്കക്കടുത്ത് തങ്ങളുടെ ഭാര്യമാരോടൊത്ത് പർണശാല നിർമ്മിച്ച് ലോകനന്മയ്ക്കായി യാഗങ്ങൾ ചെയ്തു വന്നിരുന്നു. ആ സമയം താരകൻ എന്ന അസുരന്റെ ശല്യം സഹിക്കവയ്യാതെ ദേവന്മാർ ശ്രീപരമേശ്വരന്റെ അടുത്തെത്തി അസുരനിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. ശിവഭഗവാൻ തന്റെ തൃക്കണ്ണിൽ നിന്നും ശ്രീമുരുകനെ സൃഷ്ടിച്ചു. ശ്രീമുരുകന്റെ അവതാരോദ്ദേശം തന്നെ താരകാസുരനെ വധിക്കുക എന്നാണല്ലോ. താമരപ്പൊയ്കയിൽ നിന്നും കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് മുനിപത്നിമാർ പൊയ്കയ്ക്കരികിലെത്തി കുഞ്ഞിനെ താലോലിച്ചു. അവിടെ എത്തിയ വസിഷ്ഠ മഹർഷി ഭാര്യ അരുന്ധതിയോട് കുഞ്ഞിന് പാലൂട്ടാൻ നിർദ്ദേശിച്ചുകൊണ്ട് മറ്റു ഋഷിമാരോടൊപ്പം യാഗശാലയിലേക്ക് പോയി. പക്ഷേ പൂജയ്ക്ക് നേരം വൈകുമെന്നതിനാലും പൂക്കൾ കൊടുക്കേണ്ട ആവശ്യമുള്ളതിനാലും അരുന്ധതി കുഞ്ഞിന് പാൽ കൊടുക്കാതെ പൂക്കൾ ശേഖരിക്കാനായി പോയി. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് കാർത്തിക മാതാക്കൾ ശ്രീമുരുകന് പാലൂട്ടി. യാഗങ്ങൾ കഴിഞ്ഞ് തിരിച്ചെത്തിയ വസിഷ്ഠ മഹർഷിയും ഋഷിമാരും കാർത്തിക പെൺകൾ കുഞ്ഞിന് പാലൂട്ടിയത് മനസ്സിലാക്കി. ശിവഭഗവാന്റെ പുത്രന് പാലൂട്ടുക എന്നതിൽ പരം സായുജ്യം ഭൂമിയിലൊരു സ്ത്രീക്ക് ലഭിക്കാനുണ്ടോ? ഇത്രയും നല്ലൊരവസരം പാഴാക്കി കളഞ്ഞ അരുന്ധതിയെ വസിഷ്ഠ മഹർഷി ശകാരിച്ചു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വാദിച്ച അരുന്ധതിയുടെ പക്ഷം ചേർന്ന് മറ്റ് മുനിപത്നിമാരും വസിഷ്ഠ മഹർഷിയുടെ പക്ഷം ചേർന്ന് മറ്റ് മുനീശ്വരന്മാരും അവരവരുടെ വാദത്തിൽ ഉറച്ചുനിന്നു. ഒടുവിൽ 7 ഋഷിമാരും തങ്ങളുടെ ഭാര്യമാരെ നിർദ്ദയം ശപിച്ചു. താരകാസുരനെ വധിച്ച് വരുന്ന വഴിയിൽ ഇത് മനസ്സിലാക്കിയ ശ്രീമുരുകൻ സപ്തർഷികളെയും ശപിച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കാതെ വൈകാരികമായി പ്രതികരിച്ചതിലെ തെറ്റ് മനസ്സിലാക്കി സപ്തർഷികൾ ശാപമോചനത്തിനായി തിരുവയ്യാറിലെത്തി ഭഗവാനെ പൂജിച്ചു. പക്ഷേ ഫലം കിട്ടിയില്ല. അവർ ഇവിടെ എത്തി ഇവിടെയുള്ള സ്വയംഭൂ ശിവലിംഗത്തിന് പൂജ ചെയ്ത് കടും തപസ്സിൽ ഏർപ്പെട്ടു. മനസ്സലിഞ്ഞ ശിവഭഗവാൻ അവർക്ക് ശാപമോചനം മരളി മോക്ഷം കൊടുത്തു. അങ്ങനെ സപ്തഋഷികൾ ഓരോന്നായി ശിവലിംഗത്തിൽ ഐക്യമായി. ഭഗവാൻ സപ്തഋഷീശ്വരർ എന്നും അറിയപ്പെട്ടു. സ്വയംഭൂ ശിവലിംഗത്തിൽ വരിവരിയായുള്ള 7 പുള്ളികൾ രൂപപ്പെട്ടത് സപ്തഋഷികളാണെന്നാണ് ഐതിഹ്യം. ഇവിടെയുള്ള മൂലവർ സപ്തഋഷീശ്വരരെ പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ നവഗ്രഹ ദോഷങ്ങൾ മാറുമെന്ന് പറയാനുള്ള കാരണം ഇതാണ്. മരീചി മഹർഷിയുടെ പൗത്രനാണ് സൂര്യൻ, അത്രി മഹർഷിയുടെ പുത്രൻ ചന്ദ്രൻ, ചന്ദ്രന്റെ പുത്രൻ ബുധൻ, അങ്കിരസിന്റെ പുത്രൻ വ്യാഴം, വസിഷ്ഠ മഹർഷിയുടെ വംശാവലിയിൽ വന്നയാളാണ് ചൊവ്വ. ഇവിടെയുള്ള സ്വയംഭൂ ശിവലിംഗത്തിൽ സപ്തഋഷീശ്വരരും ഐക്യമായതിനാൽ നവഗ്രഹദോഷങ്ങൾ മാറുമെന്നാണ് വിശ്വാസം. ഏകദേശം 1500 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും 2 ഏക്കർ വിസ്തീർണമുള്ളതും പടിഞ്ഞാറ് ദർശനമായ 5 നില രാജഗോപുരത്തോടും കൂടി കാണപ്പെടുന്ന സപ്തഋഷീശ്വരർ തിരുക്കോവിൽ ചോഴ രാജാക്കന്മാരുടെ കാലത്തെ നിർമ്മിതിയാണെന്നാണ് കണക്കാക്കുന്നത്. ധാരാളം ശിലാഫലകങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രഗോപുരത്തിന് വലതുഭാഗത്താണ് ക്ഷേത്രതീർത്ഥം.
ക്ഷേത്രത്തിൽ ആദ്യം കാണുന്നത് നെൽമണികൾ സൂക്ഷിക്കുന്ന മട്ടയടി മണ്ഡപമാണ്. ഈ ക്ഷേത്രത്തിൽ വീണയോടെയാണ് ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠ. ഇവിടെ ജ്വരഹേരേശ്വരർ അരൂപമായി കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. തീരാത്ത ജലദോഷ സംബന്ധമായ അസുഖങ്ങളുള്ളവർ ഇവിടെ തൈർ, ചന്ദനം എന്നിവ കൊണ്ട് അഭിഷേകം ചെയ്താൽ അസുഖം മാറുമെന്നാണ് വിശ്വാസം. തിരുക്കടയൂർ അഭിരാമി സമേത അമൃതകടേശ്വരർ ക്ഷേത്രത്തിലേതുപോലെ ഇവിടെ ഷഷ്ട്യബ്ദപൂർത്തി, ശതാഭിഷേകം, ആയുഷ് ഹോമങ്ങൾ ഗംഭീരമായി നടക്കുന്നു. ഇവിടെയുള്ള കട്ടുവാങ്ക ഈശ്വരർ ശിവഭഗവാന്റെ അംശമായി കരുതപ്പെടുന്നു. കൈകളിൽ തമ്പുരു, തൃശൂലം, തലയോട് എന്നിങ്ങനെയുള്ള ഈ പ്രതിഷ്ഠ തമിഴ്നാട്ടിൽ ഈ ക്ഷേത്രത്തിൽ മാത്രമാണുള്ളതെന്നാണ് പറയുന്നത്. ഇവിടെയുള്ള മാംഗല്യ മഹർഷിയെ പ്രാർത്ഥിച്ചാൽ മാംഗല്യ തടസ്സങ്ങൾ മാറുമെന്നും വിശ്വാസമുണ്ട്. ബലിപീഠം, കൊടിമരം, മഹാമണ്ഡപം, അർദ്ധമണ്ഡപം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന കരുവറയിൽ ശ്രീപരമേശ്വരൻ സപ്തഋഷീശ്വരർ എന്ന നാമത്തിൽ സ്വയംഭൂ ശിവലിംഗമായി പടിഞ്ഞാറ് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. സപ്തർഷികൾ ശിവലിംഗത്തിൽ ഐക്യമായ ഐതിഹ്യപ്രകാരം ഭഗവാന്റെ തിരുമേനിയിൽ വിള്ളലും വരിവരിയായി 7 കുഴികളും ഭക്തർക്ക് ദർശിക്കാം. ദേവി ശ്രീപാർവതി തനി സന്നിധിയിൽ പെരുന്തിരുവിരാട്ടിയാർ എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ഇവിടെയുള്ള അമ്പാൾക്കും മഹാലക്ഷ്മിക്കും സരസ്വതിക്കും ദുർഗയ്ക്കും വസ്ത്രം ചാർത്തിയാൽ വേഗം വിവാഹഭാഗ്യം കൈവരുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ വിനായകർ, ശ്രീമുരുകൻ, മഹാലക്ഷ്മി, സരസ്വതി, ദുർഗ, ദക്ഷിണാമൂർത്തി, പിച്ചാടനർ, നവഗ്രഹങ്ങൾ, ഭൈരവർ, നടരാജർ, സപ്തഋഷികൾ, 63 നായന്മാർ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം ആൽമരം. ക്ഷേത്രതീർത്ഥം ശിവഗംഗെ തീർത്ഥം, ചക്രതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. കന്തഷഷ്ടി, ആടിപ്പൂരം, മഹാശിവരാത്രി, തൃക്കാർത്തിക, മാർഗഴി തിരുവാതിര, തൈപ്പൂയം, പങ്കുനി ഉത്രം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂജാ സമയം രാവിലെ 5:30 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4:30 മണി മുതൽ രാത്രി 8:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുച്ചിയിൽ നിന്നും 24 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ലാൽഗുഡി, തിരുച്ചി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.